നമ്മുടെ ചിദംബരം സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ബാലൻ എന്ന സിനിമേന്റെയും അതുപോലെ തന്നെ നമ്മുടെ നിസാം ബഷീർ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ നോബഡി എന്ന സിനിമേന്റെയും കളക്ഷൻ പരിശോധിക്കാം. നമുക്ക് രണ്ട് സിനിമയുടെ കളക്ഷൻ പരിശോധിക്കാം. അതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സിരീസ് യൂട്യൂബ് ചാനൽ. ആദ്യ കളക്ഷൻ ബാലൻ ദ ബോയ് എന്ന സിനിമേന്റെയാണ്. കേരളത്തിലെ സിനിമയ്ക്ക് നിലവിൽ 27 ദിവസം കൊണ്ട് 18,68,00,000 സിനിമേന്റെ കേരള കളക്ഷൻ. കർണാടക സിനിമയ്ക്ക് 2,67,00,000, തമിഴ്നാട് 1,02,00,000, തെലുങ്ക് 24,10,00,000, പിന്നെ ഇന്ത്യൻ മറ്റു ഭാഗത്തേക്കായിട്ട് 33,40,00,000. സിനിമ ടോട്ടൽ ഡൊമസ്റ്റിക് ആയിട്ട് 22,95,00,000. 23 കോടിയിലോട്ട് പോവുകയാണ് സിനിമ ഈ ആഴ്ച അവസാനിക്കുമ്പോൾ. ഇനി വിദേശത്തെ സിനിമയ്ക്ക് ഇന്ത്യയുടെ വെളിയിൽ 12,90,00,000. വിദേശത്തും സിനിമ 13 കോടിയിലോട്ട് പോവുകയാണ് ഈ ആഴ്ച അവസാനം. വേൾഡ് വൈഡ് സിനിമയ്ക്ക് നിലവിൽ 35,85,00,000. ഓൾമോസ്റ്റ് പടം സിനിമേൻ്റെ ഫൈനൽ തിയേറ്റർ റണ്ണിങ്ങിൽ പോവുകയാണ്. എന്തായാലും ഇന്നലെയൊക്കെ സിനിമയ്ക്ക് ഇപ്പോൾ 10 ലക്ഷമൊക്കെയാണ് കളക്ഷൻ റേഞ്ച് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇത് ഈ ഒരാഴ്ചയായിരിക്കും പടത്തിൻ്റെ അവസാനത്തെ ഫൈനൽ വീക്കെൻഡ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. എന്തായാലും KVN പ്രൊഡക്ഷൻ ഹൗസിന് സിനിമ ഓവറോൾ ആയിട്ടൊരു പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും സിനിമേൻ്റെ കേരളത്തിലെ ഷെയർ ഓൾമോസ്റ്റ് 8,18,00,000 കാണുന്നുണ്ട്. വേൾഡ് വൈഡ് ഷെയർ 15,97,00,000. 18 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമയാണ്. മൊത്തത്തിൽ പടം ഒരു ഹിറ്റാണ്. ഓവറോൾ ആയിട്ട് ബഡ്ജറ്റ് 18 കോടി, റിക്കവറി ഓൾമോസ്റ്റ് ബഡ്ജറ്റിൻ്റെ 88% ലഭിച്ചിട്ടുണ്ട് സിനിമയ്ക്ക്. എന്തായാലും പടത്തിൻ്റെ ബിസിനസ് കളക്ഷൻ ഉൾപ്പെടെയായിട്ട് സിനിമയ്ക്ക് നല്ലൊരു പ്രോഫിറ്റ് തന്നെയാണ് KVN പ്രൊഡക്ഷൻ ഹൗസിന് സിനിമ നൽകിയത്. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് നമ്മുടെ ബാലൻ ദ ബോയ് എന്ന സിനിമയുടെ ഫൈനൽ വീക്കെൻഡിനായിട്ട്, അത് മാത്രമല്ല സിനിമേൻ്റെ OTT അപ്ഡേറ്റിനായിട്ടും. എന്തായാലും ഈ ആഴ്ച അവസാനത്തോടെ സിനിമേൻ്റെ ഒഫീഷ്യലായ OTT റിലീസ് അപ്ഡേറ്റ് അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാം. നമുക്ക് പടം കണ്ട അഭിപ്രായങ്ങൾ ബുക്ക് ചെയ്യപ്പെടുത്തുക ബാലൻ ദ ബോയ് എന്ന സിനിമേൻ്റെ. അടുത്ത കളക്ഷൻ നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഐ നോബഡി എന്ന സിനിമേൻ്റെയാണ്. നമ്മുടെ പാർവതിയാണ് സിനിമയിൽ നായികയായിട്ട് അഭിനയിച്ചത്. പടം 7 ദിവസമായിരിക്കുകയാണ്, ഒരാഴ്ച കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. പടത്തിൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കാം. കേരളത്തിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് ഒരാഴ്ച കൊണ്ട് 7,01,00,000 ബോക്സ് ഓഫീസ്. കർണാടക സിനിമയ്ക്ക് 88 ലക്ഷമാണ്, തമിഴ്നാട് 40 ലക്ഷമാണ്, തെലുങ്കിലെ സിനിമയ്ക്ക് 43 ലക്ഷം, പിന്നെ സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യൻ്റെ മറ്റു ഭാഗത്തായിട്ട് 20 ലക്ഷമാണ്. പടം മൊത്തത്തിൽ ഡൊമസ്റ്റിക് ആയിട്ട് 8,92,00,000 കളക്ഷൻ. ഇനി പടത്തിൻ്റെ വിദേശം പരിശോധിക്കുകയാണെങ്കിൽ ഓവർസീസ് 5,09,00,000. ഇനി സിനിമേൻ്റെ ടോട്ടൽ വേൾഡ് വൈഡ് പരിശോധിക്കുകയാണെങ്കിൽ 14,01,00,000 പടത്തിൻ്റെ ടോട്ടൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ്. പടം നിലവിൽ 7 ദിവസം കൊണ്ട് 14 കോടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഐ നോബഡി എന്ന് പറഞ്ഞ പൃഥ്വിരാജ് സിനിമ നിലവിൽ 43ാമത്തെ ഹയസ്റ്റ് ഗ്രോസിംഗ് സൗത്ത് ഇന്ത്യൻ സിനിമയും മാറിയിട്ടുണ്ട്. കേരള ഗ്രോസിംഗ് പരിശോധിക്കുകയാണെങ്കിൽ ഈ വർഷത്തെ 13ാമത്തെ ഹയസ്റ്റ് ഗ്രോസിംഗ് സിനിമയിൽ നമ്പർ ലിസ്റ്റിലും കാണാൻ സാധിക്കുന്നുണ്ട്. പടത്തിൻ്റെ കംപ്ലീറ്റഡ് നെഗറ്റീവ് റെസ്പോൺസ് തന്നെയാണ് സിനിമയുടെ സെക്കൻഡ് ഹാഫ്. അത് മാത്രമല്ല ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും ഒരു ഓക്കെ ലെവലായിരുന്നു. മൊത്തത്തിൽ സിനിമയ്ക്ക് നല്ല നെഗറ്റീവ് ആയതുകൊണ്ട് സിനിമയുടെ ട്രെൻഡിങ് ആയ ഒരു കളക്ഷൻ ഹോൾഡിംഗ് ഒക്കെ പോയിട്ടുണ്ട് നല്ല പോലെയായിട്ട്, ഒരാഴ്ച കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെയായിട്ട്. ഇപ്പം എന്തായാലും പടം മൊത്തത്തിൽ ഒരു 15 കോടിയിലോട്ട് പോവുകയാണ് സിനിമേൻ്റെ കളക്ഷൻ കാണുമ്പോൾ. മലയാളം, തെലുങ്ക്, തമിഴ് ഭാഷകളിൽ പടം ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു. തമിഴ് ഓൾമോസ്റ്റ് 8,50,00,000, തെലുങ്ക് 33 ലക്ഷം, നമ്മുടെ മലയാളം ആണെങ്കിൽ 8,50,00,000. ഇനി ഷെയർ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് മാത്രം 3,30,00,000 അപ്രോക്സിമേറ്റ്. വേൾഡ് വൈഡ് 6,62,00,000 സിനിമേൻ്റെ കേരളത്തിലെ ഷെയർ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഓൾമോസ്റ്റ് പടത്തിൻ്റെ തിയേറ്ററിക്കൽ വാല്യൂ പോയത് 25 കോടിനടുത്തെങ്ങാണ്ടാണ്. ഇതിൽ റിക്കവറി ആയിട്ട് 26-25% കാണാൻ സാധിക്കുന്നത്. പടത്തിന് നല്ലൊരു ക്ലീൻ ഹിറ്റ്, തിയേറ്ററിക്കൽ ഹിറ്റ് ലഭിക്കണമെങ്കിൽ സിനിമ ഓൾമോസ്റ്റ് ഒരു 18 കോടിന് മുകളിൽ ഇനിയും കളക്ഷൻ ആവശ്യമാണ്. അങ്ങനെ പറയുമ്പോൾ ഒരു 40 കോടിനടുത്തെങ്കിലും സിനിമേൻ്റെ ഫൈനൽ കളക്ഷൻ വന്നാലേ സിനിമ ഒരു ഹിറ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും ഇതിൽ ക്ലീൻ ആയിട്ട്. അല്ലെങ്കിൽ മറ്റൊരു പൃഥ്വിരാജ് ദുരന്തം സിനിമ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും, നമ്മുടെ വിലായത്ത് ബുദ്ധ പോലെ, അല്ലെങ്കിൽ വിലായത്ത് ബുദ്ധ അവസാനിച്ച പോലെ. എന്തെങ്കിലും കാത്തിരിക്കുന്നത് ചെയ്യാൻ നമുക്ക് പൃഥ്വിരാജിൻ്റെ ഐ നോബഡി സിനിമേൻ്റെ കൂടുതൽ കളക്ഷനായിട്ട്. എന്തായാലും ഐ നോബഡി സിനിമയും അതുപോലെ തന്നെ ബാലൻ ദ ബോയ് സിനിമ കണ്ടൊരു അഭിപ്രായങ്ങൾ ബുക്ക് ചെയ്യപ്പെടുത്തുക രണ്ട് സിനിമേൻ്റെയും. എന്തായാലും ആദ്യം കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് ചാനൽ. കാത്തിരിക്കുന്നത് ചെയ്യുക കൂടുതൽ സിനിമകളിൽ ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട്.